ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ടാണ് ഇന്ന് നമ്മുടെ മുളക് ബജി റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ റെഡിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുളക് ബജി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം നമ്മുടെ മുളക് ബജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ബജി മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞെടുക്കുക. നമ്മൾ കുരു ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് കൊടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുളകിൻ്റെ ഉൾഭാഗത്തെ ആ കുരു ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ അതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ ഒരു കത്തി വെച്ചിട്ട് മുളക് പൊട്ടി പോവാതെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഉള്ളത്തെ കുരു സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ മുളകിൻ്റെ ഉള്ളിലെ കുരു മുഴുവനായിട്ടും ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ല എരിവുള്ള മുളകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുളകൊന്ന് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ എരിവുണ്ടാവില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വലിയുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി വാട്ടിയെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ മുളക് ബജിയിലേക്ക് കുറച്ച് ഫില്ലിങ് മതിയല്ലോ, അതുകൊണ്ട് ഞാൻ വാട്ടിയെടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടിയെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യുക. വാട്ടിയെടുത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുളക് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ കടലമാവ് എടുക്കാം. അതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫില്ലിങ്ങിലും എല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ നമ്മുടെ മുളക് ഇതിൽ മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതുപോലെയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബാറ്ററായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസ് മതി. നല്ലതുപോലെ തിക്കായിട്ടും വേണ്ട, നല്ലതുപോലെ ലൂസായിട്ടും വേണ്ട. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട ബജിയൊക്കെ റെഡിയാക്കാൻ എടുക്കുന്ന അതേ ഒരു ഇതിൽ മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് നമ്മുടെ ആ മുളകിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കുരു കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ മുളക് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ഫില്ലിങ് ഇതിൻ്റെ ഉൾഭാഗത്ത് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ മുളക് എരിവുള്ള മുളകാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുളകിന് അത്ര എരിവുണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ മുളകിൻ്റെ ഉള്ളിലും ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ ആ ഫില്ലിങ് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ
മുളക് ബജി റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇടയ്ക്കുണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എല്ലാ മുളകിലും ഇതുപോലെ നമ്മുടെ ഫില്ലിങ് അങ്ങ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മുളകിലും ഇതുപോലെ ഫില്ലിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതങ്ങ് തിരിച്ചു മറിച്ചോട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുളക് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരാനൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ മുളക് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സിമ്പിളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുളക് വലിയ മുളകായതോട്ട് ഗ്ലാസിൻ്റെ പുറത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ മുളക് ബജി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മുളക് ബജി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മുളക് ബജി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നമ്മുടെ മുളക് ബജിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.